എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഉഷാറാണോ? ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്കിന്ന് ലോ ഓഫ് അട്രാക്ഷൻ്റെ സെഷനാണ് സേഫ് സാറിൻ്റെ. അപ്പോൾ 2 minutes ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഐഫോൺ എന്ന് പറയുന്ന സാറുടെ പേരൊന്ന് പറയാവോ? ഹലോ, ധനീഷ് ഗോപി എന്നാണ് പേര്. എന്തായിരുന്നു? ധനീഷ് ഗോപി. ഓക്കെ, കൊലടക്കരയാണ്. എന്താ ചെയ്യുന്നേ? ഹലോ, ബിസിനസ് ആണ് മാഡം. ഓക്കെ. ഓക്കെ സേഫ് സർ, സ്റ്റാർട്ട് ചെയ്യാം. സേഫ് സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സോ ഈ ഒരു സെഷനിൽ ഞാൻ സേഫ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. വെരി മാജിക് മോർണിംഗ് ടു ആൾ. എല്ലാവരും ഒന്ന് മാജിക് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തേ. എന്തൊരു മനോഹരമായിരിക്കുന്ന വാക്കാണ് മാജിക് മോർണിംഗ്. നമ്മൾ പണ്ട് നമ്മളെ അസറ്റാണ് എന്ത് മാജിക് മോർണിംഗ് എന്നുള്ളത്. ജസ്റ്റ് ടൈപ്പ് ഇൻ ഒരു ചാറ്റ് ബോക്സ് മാജിക് മോർണിംഗ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവമാണ്. എന്താണ് മാജിക്? മാജിക് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും പറയാം? ആരുമില്ലേ? എന്താണ് മാന്ത്രിക വിദ്യ? അത്ഭുതം അല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൽ മാജിക് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. മാജിക് സംഭവിക്കണം. എന്താ മാജിക് സംഭവിക്കുന്നത്? ക്വിക്കായിട്ട് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ എത്തണം, ചേഞ്ച് വരണം. എൻ്റെ ലൈഫിൽ പെട്ടെന്ന് റിസൾട്ട് വേണം, ഒരു ക്വിക്കായിട്ട് ചേഞ്ച് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ, എന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്ന് ചേഞ്ച് വേണം, നാളെ തന്നെ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യണം, ഒരു ഡ്രമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഷീല മാം ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ഷീല മാം മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ പെട്ടെന്നൊരു ചേഞ്ച് വേണമെന്നുള്ള? അഫ്സിന ആഗ്രഹിക്കുന്നുണ്ട്, ഷൈനി മാം ആഗ്രഹിക്കുന്നുണ്ട്, ബീന മാം ആഗ്രഹിക്കുന്നുണ്ട്, മനോജ് സാർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പം ഈ ആളുകളൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ സംഭവം അല്ല. ഓക്കെ, ക്വിക്കായിട്ട് മാറ്റങ്ങൾ സംഭവിക്കില്ല. നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു? ഇന്നലെ ഒരു കൃഷി ചെയ്തിട്ട് ഇന്ന് തന്നെ റിസൾട്ട് വേണം നിങ്ങൾ ആഗ്രഹിക്കുക. ഒരു മാജിക് സംഭവിക്കുന്ന ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സംഭവിക്കോ സാറിനോ? ഇല്ല. ലൈഫ് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മാജിക് സംഭവിച്ച ചില കഥകൾ, ചില കാര്യങ്ങളൊക്കെ കേൾക്കണം. അങ്ങനത്തെ സ്റ്റോറി ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഒരു പയ്യൻ, ഓക്കെ, ഇന്ത്യയിലെ വളരെ കുഗ്രാമത്തിൽ നിന്നുള്ള പയ്യനാണ്. ആ പയ്യൻ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം ഇന്ത്യയിലെ പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഗ്രാമത്തിൽ നിന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം അക്കോമഡേഷൻ ആണ്. താമസിക്കാനുള്ള സ്ഥലങ്ങൾ ചില സമയത്ത് നല്ല സ്ഥലം കിട്ടില്ല, ചില സമയത്ത് കിട്ടുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല, വൃത്തി ഉണ്ടാവില്ല, ചില സ്ഥലത്ത് നല്ല ഇതായിരിക്കും, നല്ല രീതിയിലുള്ള പൈസ ആയിരിക്കും. അപ്പൊ ഈ വൈ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ആദ്യം തന്നെ ഹോട്ടലിന്റെ വൃത്തിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഈ ഹോട്ടലുകൾ കാര്യങ്ങളുടെ അതിന്റെ പ്രൈസ് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട റൂമൊക്കെ എടുക്കാമായിരുന്നല്ലോ എന്നൊരു ചിന്ത വരാം. അദ്ദേഹത്തിനൊരു 17 വയസ്സാണുള്ളത്. അങ്ങനെ ആ ചിന്തയ്ക്ക് ശേഷം
അദ്ദേഹം ഒരു ഹോട്ടൽ എടുക്കുകയാണ്. ഒരു ഹോട്ടലിൽ ഇങ്ങനെ ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു ഹോട്ടലുകാരനോട് പറഞ്ഞു, ഈ ഹോട്ടൽ ഞാൻ റൺ ചെയ്യാം. അങ്ങനെ അദ്ദേഹം ആ ഹോട്ടലിന്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ആ ഹോട്ടലൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച്, ആ ഹോട്ടൽ കാര്യമായിട്ട് ആരും വരാത്ത ഹോട്ടലാണ്, അതിന്റെ റൂംസ് ഒക്കെ എന്ത് ചെയ്തു, നല്ല കർട്ടന് കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്തു, ആ ഹോട്ടലിന്റെ ഒരു പിക്ചർ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തു. അങ്ങനെ ആ ഹോട്ടലിലെ സെയിൽസ് പേഴ്സണും ആ ഹോട്ടലിലെ റൂം ബോയ് എല്ലാമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. ആ ഹോട്ടൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയി. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറി ആരതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞ സ്റ്റോറി ആരതാണ്? എനിബഡി? ആർക്കെങ്കിലും മനസ്സിലായോ? നിങ്ങളെ ഒബ്രോയോ? അല്ല. നിങ്ങളെല്ലാ ആളുകളും ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. എല്ലാ ആളുകളും, ഞാൻ സംസാരിച്ച എന്നെ കേട്ട എല്ലാ ആളുകളും സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഈ സ്റ്റോറി ഈ ഒരു വ്യക്തിയെ അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാപനത്തിന് അറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ഓക്കെ, മനു സാർ പറഞ്ഞു ഓയോ. ഓക്കെ, ഓയോ റൂമിന്റെ സ്ഥാപകൻ റിതേഷ് അഗർവാളിന്റെ സ്റ്റോറിയാണിത്. ഓക്കെ, ഓയോ എന്നിരിക്കുന്ന സ്ഥാപനം ഉണ്ടായിരിക്കുന്നത് റിതേഷ് അഗർവാൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മില്യണർ ആണ് അദ്ദേഹം. 25ാമത്തെ വയസ്സിലൊക്കെ മില്യണർ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ആശയം വരികയും ഈ ആശയത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഒരു ഫെലോഷിപ്പ് കിട്ടി, പേപ്പാലിന്റെ ഒരു ഫെലോഷിപ്പ് കിട്ടി. ആ പേപ്പാലിന്റെ ഫെലോഷിപ്പിന് ശേഷമാണ് ഈ സംഭവങ്ങൾ എന്ത് ചെയ്തത്, സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ ആഗ്രഹിക്കും, അപ്പൊ ഇതൊക്കെ ഒരു മാജിക് അല്ലേ, ചില ആളുകൾ ചെറിയ സമയം കൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും ഇങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവിടെയാണ് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം വളരെ ഫേമസ് ആകുന്നത്. ഓക്കെ, നിങ്ങൾ പല ആളുകളും കേട്ടൊരു പേരായിരിക്കും ബോബ് പ്രോക്ടർ. കേട്ടിട്ടുണ്ടോ? ബോബ് പ്രോക്ടർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, സീക്രട്ട് പുസ്തകത്തിൽ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ട്രെയിനറാണ്. ഓക്കെ, ഒരു സാധാരണക്കാരനായിരുന്നു. ആ സാധാരണക്കാരനായ വ്യക്തി ഒരു ദിവസം ഇങ്ങനെ വളരെ സാധാരണ ലൈഫ് ജീവിക്കും, എൻ്റെ ലൈഫ് മാറ്റം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മെന്റർ പറഞ്ഞു, ബോബ്, ഐ വിൽ ഗിവ് യു സംതിങ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പുസ്തകം കൊടുത്തു. ഈ പുസ്തകം നീ എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിൽ നിന്റെ ലൈഫിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്ന പറഞ്ഞു, മാജിക് സംഭവിക്കുന്നു പറഞ്ഞു. അദ്ദേഹം ആ മെന്ററെ വിശ്വസിച്ചു. ആ മെന്റർ വിശ്വസിച്ചതിന് ശേഷം അദ്ദേഹം ആ പുസ്തകം മേടിച്ചു. ആ പുസ്തകത്തിന്റെ പേരായിരുന്നു തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നിങ്ങൾ എല്ലാ ആളുകളും ആ പുസ്തകം, അല്ലെങ്കിൽ അധികം ആളുകൾ ആ പുസ്തകം വായിച്ച ആളുകളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന വാക്കിൽ തന്നെ വലിയ, നമുക്കൊരു 10 ദിവസം സെഷൻ സംസാരിക്കാനുള്ള സംഭവമുണ്ട്. തിങ്ക്, തിങ്ക്, ചിന്തിക്കുക, ദെൻ ഗ്രോ, പിന്നെന്ത് ചെയ്യാം, വളരുക. ചിന്തിക്കുക, വളരുക. റിച്ച് അതിനൊരു ഓട്ടോ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ചിന്തിക്കുക, വളരുക. തിങ്ക് ആൻഡ് ഗ്രോ, തിങ്ക് ആൻഡ് ഗ്രോ എന്നുള്ളതാണ്. റിച്ച് അവിടെ നിൽക്കുക. ഓക്കെ, തിങ്ക് ആൻഡ് ഗ്രോ, നിങ്ങൾ ചിന്തിക്കുക, വളരുക. അദ്ദേഹം 2023 മരിക്കുന്നത് തോന്നുന്നു. ഓക്കെ, മരണത്തിന് സമയത്ത് അദ്ദേഹം ഇങ്ങനെ ICUയിൽ കിടക്കുന്ന സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞോളൂ തിങ്ക് ആൻഡ് ഗ്രോ എടുക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും വായിക്കുമായിരുന്നു അത്ര. അതായത് അത്രയും വലിയ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് അയാൾ വളരെ കൂളായിട്ടിരിക്കുന്നതാണ്. ഓക്കെ, മക്കളോടൊക്കെ വളരെ കൂളായിട്ട് നിന്നിട്ട് അദ്ദേഹം പുസ്തകം വായിക്കുന്നതാണ്. അന്ന് മുതൽ എല്ലാ ദിവസവും ബോബ് പ്രോക്ടർ മരിക്കുന്നത് വരെ തിങ്ക് ആൻഡ് ഗ്രോ വായിച്ചത്. പിന്നീട് അദ്ദേഹം വലിയൊരു ഓൺട്രപ്രണർ, ഒരു മില്യണർ, ഒരു എഴുത്തുകാരൻ, ഒരു സ്പീക്കർ, അങ്ങനെ പല മേഖലയിലും അദ്ദേഹം എന്ത് ചെയ്തു, തിളങ്ങി. പണ്ട് സുനിലേട്ടനൊക്കെ അറിയായിരിക്കും, നമ്മുടെ ടാബ് ടോക്കിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ പല പാർട്ടുകളും, അല്ലെങ്കിൽ തിങ്ക് ആൻഡ് റിച്ചിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പൊ ആ കാര്യങ്ങൾ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാന്നാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ആരാണെന്നുള്ളത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ച ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നേ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം വായിച്ച ആളുകൾ.
Can you hear me? എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ? Am I audible? Yes, yes. But I didn't get any response from your side. That's why I just asking. ബഷീർ സാർ വായിച്ചിട്ടുണ്ട്. ഷൈനി, ഷിബു, നോ. Then anybody? ബഷീർ സാർ മാത്രം വായിച്ചിട്ടുള്ളൂ? വേറെ ആരും വായിച്ചില്ല? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 100%, 100% നിങ്ങൾ ഏത് പുസ്തകം വായിച്ചിട്ടില്ലെങ്കിലും ഹൈലി റെക്കമെൻഡഡ്. ഈ ഒരു പുസ്തകം നിങ്ങൾ മേടിക്കണം, ഈ ഒരു പുസ്തകം നിങ്ങൾ വായിക്കണം. ആകെ ചെറിയ പ്രൈസേ ഉള്ളൂ, 250-300 റുപ്പീസോ അങ്ങനെ അത്രേ ഉള്ളൂ, മാക്സിമം 350 റുപ്പീസ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഫർഗെറ്റ് അബൌട്ട് ദ വേർഡ് റിച്ച്, ടേക്ക് ദ വേർഡ് തിങ്ക് ആൻഡ് ഗ്രോ. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് വളരേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. റിച്ച് ആവേണ്ടത് അങ്ങനെയൊന്നല്ല, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് വളരേണ്ടത് നിങ്ങളെ പഠിപ്പിക്കുന്ന പുസ്തകമാണെന്ത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന നെപ്പോളിയന്റെ പുസ്തകം. ഈ പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറി പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ പുസ്തകം ഉണ്ടായിരിക്കുന്നത്? ഓക്കെ, one of the famous richest person in the world, his name is ആൻഡ്രൂ കാർനെഗി. 1935-40 കാലഘട്ടങ്ങളിൽ അന്നത്തെ ഉരുക്ക് വ്യവസായി അല്ലെങ്കിൽ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നറിയപ്പെടുന്നത്, അറിയപ്പെടുന്ന സമ്പന്നനായിരുന്നത് അദ്ദേഹത്തിന്റെ പേരായിരുന്നു ആൻഡ്രൂ കാർനെഗി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് വലിയ പണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ആൻഡ്രൂ കാർനെഗി. ഈ സമയത്ത് തന്നെയാണ് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ്, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയം. ആ സമയത്ത് ലോകത്തിൽ ഇപ്പം ലോകം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വലിയ ഡ്രമാറ്റിക് ആയിട്ടൊരു ചേഞ്ച് സംഭവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഈ ഒരു 1-2 വർഷം എന്ന് പറയുന്നത്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന ഓരോ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ചേഞ്ചസ് ലോകത്ത് സംഭവിക്കാൻ പോവാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വേറെ ലെവലിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010-12 കാലഘട്ടങ്ങളിൽ IT-യിൽ നമുക്കൊരു വലിയൊരു വിപ്ലവം ഉണ്ടായതുപോലെ പിന്നെ ഒരു ഡിക്കേഡ് കഴിഞ്ഞിട്ട് വലിയൊരു ചലഞ്ചസിലൂടെ അല്ലെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഇപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ബിസിനസ്സുകാരുടെ ഒക്കെ പറയാറുണ്ട്, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വലിയൊരു സ്വർണത്തിന്റെ മലയുണ്ട്. ആ സ്വർണത്തിന്റെ മല എന്ത് ചെയ്തിട്ടില്ല, അധികം ആളുകൾ കണ്ടിട്ടില്ല. ആ മലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ പാസ് ചെയ്ത് പോകണം. ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ പോകണം. അതിന്റെ കോഴ്സുകൾ കാര്യങ്ങൾ എൻ്റെ ബിസിനസ്സിലടക്കം ഞാൻ അങ്ങനെ AI ടൂളുകൾ മാക്സിമം യൂസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഏറ്റവും മോസ്റ്റ് ഓഫ് ടൈം ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് എന്താണ് AI, എന്താണ് AI പുതിയ പുതിയ വരുന്ന കാര്യങ്ങൾ, എന്താണ് നാനോ ബനാന, എന്താണ് ഈ സംഭവങ്ങൾ, ഇത് പഠിക്കാനും ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനും എങ്ങനെയാണ് ഇതിൽ വരുന്ന ഡ്രമാറ്റിക് ചേഞ്ച് അതിന്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കാനും ഒക്കെയാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു യൂട്യൂബ് ചാനലുണ്ട്, തിങ്ക് സ്കൂൾ. ഓക്കെ, ദ ബെസ്റ്റ് യൂട്യൂബ് ചാനൽ വേൾഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു യൂട്യൂബ് ചാനലാണ് തിങ്ക് സ്കൂൾ എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ്. അതിൽ കയറി കഴിഞ്ഞാൽ ഓൺടർപ്രണർ ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും തിങ്ക് സ്കൂൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, റേഡിയോ കണ്ടുപിടിച്ചിട്ടുള്ള കാലഘട്ടം, മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നു, ഐൻസ്റ്റീന്റെ കുറെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറെ ആളുകളുടെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആൻഡ്രൂ കാർനെഗിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാവാണ്, എങ്ങനെയാണ് ഞാൻ ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ലോകത്തിനെ അറിയിക്കണം. ഇദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. അങ്ങനെ ആൻഡ്രൂ കാർനെഗി വലിയൊരു ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ പേഴ്സൺ ആയിരുന്നു. അന്ന് ഈ പുസ്തകത്തിന്റെ ഓതർ അദ്ദേഹം ഒരു പത്രത്തിൽ വർക്ക് ചെയ്യാണ്, ആസ് എ കോളമിസ്റ്റ് അദ്ദേഹം വർക്ക് ചെയ്യാണ്. ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യട്ടോ, ഇറ്റ്സ് ടു ബോറിംഗ്. ഞാനിങ്ങനെ നോക്കിയിട്ട് ആകെ മുസ്തഫ സാറ് മാത്രമേ അപ്പോൾ ഉള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഇതിനൊരു ജീവൻ വരണം. ആസ് എ ട്രെയിനർ നിങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ സോറി, ഞാൻ എന്താ പറഞ്ഞ, ഇദ്ദേഹത്തിന്റെ ആഗ്രഹം വരികയാണ്. നിങ്ങൾ ഈ പുസ്തകത്തിന്റെ ഒരു പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ എങ്ങനെയാണ് ഇത്ര വളർന്നത്, ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് ലോകത്തിനോട് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഈ ഒരു പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്യാൻ വരികയാണ്. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഏകദേശം 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസത്തിന് ശേഷം ആൻഡ്രൂ കാർനെഗി പറയാണ്,
ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാം. ഒരു 20 വർഷം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ അതിന് ക്യാഷ് ഒരു അവസരം തരാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആൻഡ്രൂ കാർണഗി പറയാണ് യെസ് എന്ന് പറഞ്ഞു. അപ്പം ആൻഡ്രൂ കാർണഗി അല്ല, നെപ്പോളിയനിലെ യെസ് എന്ന് പറഞ്ഞു. അപ്പൊ ആൻഡ്രൂ കാർണഗിന്റെ മൈൻഡിൽ അദ്ദേഹം ഒരു ടൈം സെറ്റ് ചെയ്തു. 1 മിനിറ്റിന്റെ ഉള്ളിൽ ഈ യുവാവിനോട് യെസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ആ യെസ്സിന് ശേഷം അദ്ദേഹം ഐൻസ്റ്റീനെ പോലുള്ള, റോക്ക്ഫെല്ലറെ പോലുള്ള, ഈ ഐൻസ്റ്റീൻ, റോക്ക്ഫെല്ലർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാർക്കോണിയൊക്കെ പോലുള്ള അന്നത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 500 ഓൺടർപ്രണേഴ്സിനെ പോയിട്ട് പഠിച്ചു. അപ്പൊ നിങ്ങൾ ഓൺടർപ്രണേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇത് ഓൺടർപ്രണേഴ്സിനുള്ള ബുക്കാണല്ലോ. ഇത് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും പുസ്തകമാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും പുസ്തകമാണ്. തിങ്ക് ആൻഡ് ഗ്രോ. ഞാൻ വീണ്ടും പറയാം, തിങ്ക് ആൻഡ് ഗ്രോ. റിച്ച് നിങ്ങൾ അവിടെ വെക്കുക. ഈ തിങ്കും ഗ്രോയും ഉണ്ടാകുമ്പോൾ റിച്ച് ആവുന്നതാണ്. അങ്ങനെ അത്രയും ആളുകളെ ഏകദേശം 20 വർഷം പഠിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഏറ്റവും മനോഹരമായുള്ള പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഓരോ ആളുകളും എങ്ങനെയാണ് സക്സസ് ആയിട്ടുള്ളത്, എന്തായിരുന്നു അവരുടെ പ്രത്യേകത, എന്താണ് ഐൻസ്റ്റീന്റെ പ്രത്യേകത, എന്താണ് റോക്ക്ഫെല്ലറുടെ പ്രത്യേകത, എന്താണ് അങ്ങനെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള 500ഓളം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള പല മേഖലകളിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ പ്രൂവൺ ടെക്നിക്ക് എഴുതുന്ന ലോകത്തിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നതാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഞാൻ എന്തിനാണ് ഈ പുസ്തകത്തിനെ കുറിച്ച് ഇത്രയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ വരണം, എനിക്ക് ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം, നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പുസ്തകമാണ്. ബഷീർ സാർ കേൾക്കുന്നുണ്ടോ? എന്താണ് ആ പുസ്തകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കൃത്യമായിട്ട് നല്ലൊരു ഇതാണ്. നല്ല ആ പുസ്തകം മിസ് ചെയ്യാൻ സംതിങ് ഈസ് മിസ്സിംഗ് ഇൻ യുവർ ലൈഫ്. യെസ്, ഈ പുസ്തകം നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ സംതിങ് യു മിസ്സിംഗ് യുവർ ലൈഫ്. അത്രയും പുസ്തകം. ഞാൻ വീണ്ടും പറയുന്നത് തിങ്ക് ആൻഡ് ഗ്രോ. നമുക്ക് ചിന്തിക്കാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വളരാൻ സാധിക്കില്ല. ചിന്തയും വളർച്ചയില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ലൈഫിലെ ആഗ്രഹങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ആണ്. താങ്ക് യു. ആ പുസ്തകത്തിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്നാലും ബേസിക് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, ആ ബേസിക് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറെ സ്റ്റോറി കൂടെ പറയാം. ഇലോൺ മസ്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇലോൺ മസ്ക് അറിയില്ലേ? എല്ലാവർക്കും ഇലോൺ മസ്കിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഓക്കെ, സ്പേസ് എക്സിന്റെ സിഇഒ, ഓക്കെ, പേപാൽ കണ്ടുപിടിച്ച ആള്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം 1ാമത്തെ തവണ പരാജയപ്പെടും, 2ാമത്തെ തവണ പരാജയപ്പെടും. 3ാമത്തെ തവണ പരാജയപ്പെടുന്ന സമയത്ത് പേപാലിന്റെ പഴയ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. പറയുന്ന സമയത്ത് പേപാലിന്റെ ആള് പറഞ്ഞു, മസ്ക് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് മസ്ക് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എക്സ്പെർട്സ് ഒക്കെ ആ ഭാഗത്തുള്ളത്. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ എനിക്കൊന്ന് കണക്ട് ചെയ്ത് തരണം. ആ ചീഫ് എഞ്ചിനീയറോട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. മസ്ക് പറഞ്ഞു, ഐ ആം ദ ചീഫ് എഞ്ചിനീയർ. ഓക്കെ, ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇലോൺ മസ്ക് അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആയിട്ട്, അതായത് അക്കാഡമിക്കലി ക്വാളിഫൈഡ് അല്ല, ബട്ട് ആസ് എ ചീഫ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിന്റെ ലൈഫിന്റെ സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്നെ പല സമയത്ത് ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്തൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മസ്ക് എന്ന് പറയുന്നത്. മസ്കിന്റെ കുറെ സ്റ്റോറികളുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം മസ്കൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പല ക്വാളിറ്റികളും ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം അഡാപ്റ്റ് ചെയ്തിട്ട് കാണുന്നു. ഒരു സമയത്ത് അദ്ദേഹം ഒരു റോക്കറ്റിന്റെ സംഭവങ്ങൾ ഇങ്ങനെ ലോഞ്ചിങ്ങിലേക്ക് പോകണം. അപ്പൊ പല സംഭവങ്ങളും ഇല്ലാത്ത സമയത്ത് മസ്കിന് അത് മേക്ക് ചെയ്യാൻ പറ്റും. ചില ആളുകളൊക്കെ ചിലപ്പോൾ പൈസ കൂട്ടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മസ്ക് അത് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാന്നൊക്കെ പഠിക്കുന്നതാണ്. അങ്ങനെ ഒരു സമയത്ത് ഒരു പുറത്ത് വെച്ചിട്ട് അദ്ദേഹം റോക്കറ്റ് ലോഞ്ചിങ്ങിനുമായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്ന സമയത്ത് ഇടിമിന്നലേറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ കൊളീഗ്സ് പറഞ്ഞു, ഇനി നമുക്ക് റോക്കറ്റ് വിക്ഷേപണം 6 മാസം കഴിയും. ഓക്കെ, ഇതിനി വീണ്ടും നമ്മൾ റീച്ച് ചെയ്യണം. മസ്ക് പറഞ്ഞു ഇത് നമ്മൾ 24 മണിക്കൂർ കൊണ്ട് റെഡിയാക്കും. അപ്പൊ ആളുകൾ ചോദിച്ചത്ര എങ്ങനെ റെഡിയാക്കുക പറഞ്ഞു, ചുറ്റിക്കെടുത്ത് വരാൻ പറഞ്ഞു. എന്നിട്ട് അത് എവിടെയൊക്കെയാണോ ഇടിമിന്നലായിട്ട് നൽകുന്നത് അതൊക്കെ അടിച്ചു നിർത്താനും അത് പിന്നീട് അതിന്റെ പ്രശ്നങ്ങൾ ബിൽഡ് ചെയ്യാനും പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ആ സംഭവത്തിന് ഇട്ടു എന്നുള്ളത്. അപ്പൊ ഈ സംഭവം എവിടുന്നാ വന്നിരിക്കുന്ന വെച്ചെങ്കിൽ നമുക്ക്
ഈ പുസ്തകമായിട്ട് വളരെ സാമ്യം തോന്നാറുണ്ട് എനിക്ക് മസ്കിന്റെ ലൈഫൊക്കെ നോക്കുന്ന സമയത്ത്. ഓക്കെ, ഈ പുസ്തകമായിട്ട് അപ്പൊ ആ പുസ്തകത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് യെസ്. എന്താ കാണാൻ പറ്റുന്നത്? മാർക്കറ്റിംഗ് യുവർ മൈൻഡ് ആസ് ആൻസർ. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് യുവർ മൈൻഡ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നല്ല കാണുന്നത്. അതെ. ഒരു മൈൻഡ് മാപ്പിംഗ് ആണോ കാണുന്നതല്ല അല്ലേ? മൈൻഡ് മാപ്പിംഗ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾ അല്ലേ കാണുന്നത്? അതെ അതെ. Grow rich, law of attraction principles. അതെ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നെപ്പോളിയൻ ഹിൽ എന്തായിരുന്നു, ഓക്കെ, സക്സസ് ലൈഫ് എന്തായിരുന്നു, ഓക്കെ, കോർ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവാനും വേണ്ടിയിട്ട് നെപ്പോളിയൻ ഹില്ല് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സക്സസ് ഉണ്ടാവാൻ നെപ്പോളിയൻ ഹില്ല് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ബേണിംഗ് ഡിസയർ ആണ്. ബേണിംഗ് ഡിസയർ, ഓക്കെ, ബേണിംഗ് ഡിസയർ ആണ് അദ്ദേഹം എന്ത് പറയുന്നത്, ഏറ്റവും കൂടുതൽ കാര്യങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമുക്കൊരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണം. ബേണിംഗ് ഡിസയർ ഉള്ള ഒരാൾക്ക് ലൈഫിൽ എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഈ ബേണിംഗ് ഡിസയർ? നിങ്ങൾക്ക് ആർക്കും പറയാം, വാട്ട് ഈസ് ബേണിംഗ് ഡിസയർ? ആർക്കും പറയാം? ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ ഇൻ സിമ്പിൾ. ഇനി വേറെ ആർക്കെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഡു ഓർ ഡൈ. തീവ്രമായ ആഗ്രഹം. എന്താണ് തീവ്രമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയും അത് ചെയ്യാനുള്ള ആ ഒരു ത്വരയും. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണ് ബേണിംഗ് ഡിസയർ. നമുക്ക് ഇങ്ങനെ പറയാം, ദർ ഇസ് നോ ബി പ്ലാൻ. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യത്തിന് ബി പ്ലാൻ ഇല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ബേണിംഗ് ഡിസയർ. ഒരു ആളെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ത്രീയെ, ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാള് ഒരു സ്ത്രീയെ അഗാധമായിട്ട് പ്രണയിക്കുന്നുണ്ട്. ഈസിലി പറയാം, ലൈലയെ എനിക്ക് കിട്ടിയേ പറ്റൂ. മജ്നുസ് ബേണിംഗ് ഡിസയർ. വേറെ ഒന്നുമായിട്ട് എന്ത് ചെയ്യില്ല, കോംപ്രമൈസ് ആയില്ല. പിന്നെയും അറേബ്യയിൽ ഒരുപാട് സുന്ദരികളും അദ്ദേഹത്തിന്റെ ഒപ്പം അന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ ലൈല മജ്നു സ്റ്റോറിയിൽ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് ലൈലയെ കിട്ടിയേ പറ്റുള്ളൂ. ലൈലക്ക് പകരം വെക്കാൻ എനിക്ക് എന്തില്ല, വേറൊരാളില്ല. ഓക്കെ, ലൈലക്ക് പകരം എനിക്ക് ലോകത്തിൽ വേറെ ആളില്ല. വേറെ കുറെ സുന്ദരികളും വേറെ കുറെ സ്ത്രീകളൊക്കെ അറേബ്യയിൽ ഉണ്ടാവും. ബട്ട് അവരൊന്നും എന്തല്ല, ലൈലക്ക് പകരമല്ല. അവക്ക് വേണ്ടി ഞാൻ ഭ്രാന്തനാവും. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഞാൻ മരുഭൂമിയിൽ നിന്ന് മാറിയിട്ട് കാടുകളിൽ പോയിട്ട് ഒന്നും ഭക്ഷിക്കാതെ ജസ്റ്റ് കഴിക്കും. അവർക്ക് വേണ്ടി മൃഗങ്ങളുമായിട്ട് എന്ത് ചെയ്യും, ഇതോ. പക്ഷെ ഇതൊന്നും എനിക്ക് എന്തല്ല, ലൈലക്ക് പകരമല്ല. ദാറ്റ്സ് ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിന് അവിടെ വേറെ ഒരു ബി ഓപ്ഷൻ ഉണ്ടാവില്ല. ദാറ്റ്സ് ദ ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഷേക്സ്പിയർ അല്ല, വേറെ ഫിലോസഫർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരിക്കല്, ഞാൻ ആ പേര് മറന്നുപോയി, എന്താണ് ബേണിംഗ് ഡിസയർ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ ആ പേര് മറന്നു. ഓക്കെ, സംബടി ഒരു വ്യക്തി, വളരെ ഫേമസ് ആയ വ്യക്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ബേണിംഗ് ഡിസയർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ആ ചോദിച്ച വ്യക്തിയെയും കൂട്ടിയിട്ട് അദ്ദേഹം ഒരു പുഴക്കടവിലേക്ക് പോകും. ഈ ചോദിച്ച വ്യക്തി അത്ര ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്ത ഒരാളാണ്. സോക്രട്ടീസ്. താങ്ക് യു ബഷീർ സാർ. ഓക്കെ, സോക്രട്ടീസിനോട് ചോദിക്കുകയാണ് ഒരിക്കൽ എന്താണ് ബേണിംഗ് ഡിസയർ എന്ന് ചോദിച്ചു. അപ്പൊ സോക്രട്ടീസ് അത്യാവശ്യം ആരോഗ്യവാനൊക്കെ ആയിട്ടുള്ള കുറച്ച് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള ആളാണ്. ചോദിച്ച ആൾ അത്ര വലിയ ആരോഗ്യവാനായിട്ടുള്ള ആളൊന്നുമില്ല. അങ്ങനെ സോക്രട്ടീസ് നിൽക്കാം. സോക്രട്ടീസ് ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് എന്തൊരു പുഴവക്കിലേക്ക് പോയി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഹെഡ് പിടിച്ചിട്ട് വെള്ളത്തിൽ എന്ത് ചെയ്തു, അങ്ങ് മുക്കി. വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവസാന സമയത്ത് ശ്വാസം കിട്ടാതെ അപ്പൊ സോക്രട്ടീസിന് അങ്ങ് തട്ടി എറിഞ്ഞു. എന്നിട്ട് വിളിച്ചു, എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വെച്ച്. അപ്പൊ സോക്രട്ടീസ് പറയും, ദിസ് ഇസ് ബേണിംഗ് ഡിസയർ. എന്താണ്, വേറെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാനാണ്. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായാൽ പോരാ, ആ ആഗ്രഹത്തിന് ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടിയേ പറ്റൂ. ഏതുവരെ നിങ്ങൾ വർക്ക് ചെയ്യും,
അത് സക്സസ് ആവുന്നത് വരെ അതിന്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുക. അത് സക്സസ് ആവുന്നത് വരെ അതിന്റെ പിന്നാലെ നിങ്ങൾ വേറെ ഒരു ഓപ്ഷനിലേക്ക് അയാൾ പോകില്ല. ബിസിനസ്സിലും ലൈഫിലൊക്കെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് പെട്ടെന്ന് മാജിക് സംഭവിക്കണം. മാജിക് ഡെഫിനറ്റ്ലി സംഭവിക്കും, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ സംഭവിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, നിങ്ങൾ എത്രമാത്രം സമയം കൊടുക്കുമോ അത്രമാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് അത്രയും അതിന്റെ ഫൗണ്ടേഷൻ ലെവൽ അത്രയും സ്ട്രോങ് ആയി നിങ്ങൾ ലൈഫിൽ സക്സസ് ആവും ചെയ്യും. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന്റെ പിന്നാലെ തന്നെ അത് നടക്കുന്നത് വരെ ചെയ്യുക. സൊല്യൂഷൻ ഓറിയന്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് പല സമയത്തും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ കാര്യങ്ങൾ പോകില്ല. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പോവാതിരിക്കുമ്പോൾ എന്താ ചെയ്യുക? അപ്പൊ അതിന് അദ്ദേഹം പറയുന്ന ഈ നെപ്പോളിയൻ ഹില്ല് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് തോട്ട് ഷേപ്പ് റിയാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? നമ്മുടെ ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്? റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ചിന്തകള് നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻ ആയിട്ട് വരും. നിങ്ങളുടെ ഫീലിങ്സും ഇമോഷനുമാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, പക്ഷെ ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഒരൊറ്റ പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തുണ്ടാവും? വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ഏത് പുസ്തകം വായിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളും പുസ്തകം വായിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ കറക്റ്റ് ചെയ്യും. നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോൾ ആ മനുഷ്യന്റെ ലൈഫിൽ എന്ത് ചെയ്യുക? പുരോഗതി ഉണ്ടാവും. അപ്പൊ അതിന് ഇദ്ദേഹം 6 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഈ 6 സ്റ്റെപ്പാണ് ഈ വിജയിച്ച ആളുകളൊക്കെ കോമൺ ആയിട്ട് അദ്ദേഹം പഠിച്ച സമയത്ത് അദ്ദേഹം മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ബി സ്പെസിഫിക് ആയിരിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ പറയാണ് എനിക്ക് ലൈഫിൽ ഒരുപാട് പൈസ ഉണ്ടായിരിക്കണം. നല്ലതല്ലേ? ഇങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ലതാണോ? ശരിയാണോ? എനിക്ക് ലൈഫിൽ അതൊരു ഗോളാണോ? അല്ലേ? എനിക്ക് ലൈഫിൽ ഒരുപാട് പൈസ ഉണ്ടായിരിക്കണം, അതൊരാൾ പറയുന്നത് അതൊരു ഗോളാണോ? അല്ലേ? ഒരു ഗോളാണോ? അല്ലേ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ചെയ്യാം. നോ. വൈ മണി സർ? നോ. ഒരു സ്പെസിഫിക് എമൗണ്ട് ആയിരിക്കണം. 1 ലക്ഷം, 1 കോടി, അങ്ങനെ. ഇപ്പൊ ദൈവം നിങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, സേഫ്, ഞാൻ നിനക്ക് ആവശ്യമുള്ള പൈസ തരാം, പക്ഷെ നീ എന്നോട് സ്പെസിഫിക് ആയിട്ട് പറയണം എന്തിനാണ് നിനക്കിത് വേണ്ടത്, നീ എന്താണ് ഈ പൈസ കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലൈഫിൽ അയാൾക്ക് ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ലൈഫിൽ എത്ര പൈസ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. പൈസ ഇഷ്ടംപോലെയാണ്, പൈസ അല്ല സർ, എത്ര കിട്ടിക്കഴിഞ്ഞാലും വേണം. ഇത് ഉണ്ടാവരുത് എന്നുള്ളതാണ് അദ്ദേഹം വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്കൊരു എമൗണ്ട് വേണമെങ്കിൽ ആ എമൗണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. ഇത്ര സമയം കൊണ്ട് എനിക്ക് ഇത്ര പൈസ വേണം. അതാണ് ഫസ്റ്റത്തെ കാര്യം. നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, നിങ്ങളുടെ ലൈഫിന്റെ ഗോൾ സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താണ് വേണ്ടതെന്ന് എന്ത് ചെയ്യുക? ബി സ്പെസിഫിക് എഴുതി വെക്കുക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഡിറ്റർമിൻ യുവർ എക്സ്ചേഞ്ച്. നിങ്ങൾ ആ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നതിന് പകരം നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി എഴുതാണ് എനിക്ക് നല്ല ഹെൽത്ത് വേണം, അയാൾ പകരം എന്ത് കൊടുക്കണം? അയാൾക്ക് നല്ല ഹെൽത്ത് വേണമെങ്കിൽ പകരം എന്ത് കൊടുക്കണം? എഫേർട്ട്. എന്ത് എഫേർട്ട്? എക്സസൈസ് അല്ലേ? അയാൾ എക്സസൈസ് ചെയ്യാൻ തയ്യാറാവണം. അയാൾ അതേപോലെ പിന്നെന്തൊക്കെ വേണം? ഫുഡ് കൺട്രോൾ, ഡയറ്റ് പ്ലാൻ വേണം അല്ലെ? ഈ ഡയറ്റ് പ്ലാനും ഈ എക്സസൈസും കൊടുക്കുമ്പോൾ എന്തോ ഒന്ന് കൊടുക്കുമ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ പറയുന്നത് ലോകത്തിൽ നത്തിങ് ഈസ് ഫ്രീ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. ലോകത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നുമില്ല. ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നുമില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ ലോകത്ത്? Will you get anything free in this world? എന്തെങ്കിലും കിട്ടുമോ? വാട്സപ്പ് ഫ്രീ ആണോ? ഗൂഗിൾ ഫ്രീ ആണോ? ആണോ?
അല്ല, ഒന്നുകിൽ നിങ്ങൾ അതിന് സമയം കൊടുക്കണം അല്ലേ? നിങ്ങളെ മൊബൈൽ ഫോൺ പൈസ കൊടുത്ത് മേടിച്ചാൽ, ഇന്റർനെറ്റ് പൈസ കൊടുത്ത് മേടിച്ചായിരിക്കും. നത്തിങ് ഇസ് ഫ്രീ. അതാണ് അദ്ദേഹം പറയുന്നത്, ലോകത്തിൽ ഒന്നും ഫ്രീ ആയിട്ട് കിട്ടൂല. അപ്പൊ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ആഗ്രഹത്തിന് പകരം എന്താണ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് നല്ല സമാധാനം വേണം. എന്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും? നല്ല പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും, മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും, ക്ലാസ്സുകൾ കേൾക്കേണ്ടി വരും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി നമ്മളെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആണ്. എന്ത് തിരിച്ചു കൊടുക്കണം, ആ തിരിച്ചു കൊടുക്കുന്നതാണ് സിസ്റ്റം. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഹാപ്പിനെസ് കിട്ടും? നിങ്ങൾ ഹാപ്പി ആവണം. എന്ത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് പൈസ വേണം. എന്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും? അതാണ് അദ്ദേഹം ആ റിച്ചിലേക്ക് പറയുന്ന സംഭവം. നിങ്ങൾക്ക് എത്ര പൈസ വേണമെന്ന് എഴുതുക. ഒരാൾ എഴുതുകയാണ് എനിക്ക് 2 കോടി രൂപ വേണം. എന്താണ് ഈ 2 കോടി രൂപക്ക് പകരം നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാനുള്ളത്? ആ തിരിച്ചു കൊടുക്കാനുള്ളത് എന്നുള്ളതിന് ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ അതിനുള്ള ആൻസർ ഫൈൻഡ് ചെയ്യാനാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, ഒരു 6 വർഷമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ട് നിന്നിട്ട് ഇപ്പോഴും എൻ്റെ ഒരു കാര്യങ്ങൾ ഏകദേശം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. ആ ക്ലാരിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ പൈസ എപ്പോഴാണ് കൂടുതൽ വെച്ച് ഞാൻ എപ്പോഴും പറയാമല്ലോ, നിങ്ങളുടെ സമ്പത്ത് എപ്പോഴാണ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങളുടെ കയ്യിലുള്ള അറിവുകൾ കൂടുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ പൈസ കൂടുക. അതായത് എനിക്കിപ്പോ മാസം 50,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ നോളജ് എന്ന് പറയുന്നത് 1 കിലോ ആയിരിക്കും. എനിക്ക് മാസം 2 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ നോളജിന് 2 കിലോയോ അല്ലെങ്കിൽ 3 കിലോയോ ആക്കി എന്ത് ചെയ്യണം? മാറ്റണം. എത്രമാത്രം പൈസക്കാരുടെ അല്ലെങ്കിൽ എത്രമാത്രം ആളുകളുടെ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ കയ്യിൽ സോൾവ്? അതാണ് നിങ്ങളുടെ പൈസ ആയിട്ട് വരാം. ഞാൻ അത് ഓയോന്റെ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം എത്ര ആളുകളുടെ പൈസയാണ് സോൾവ് ചെയ്യാനുള്ളത്? അപ്പൊ ഞാൻ ഈ അടുത്തിടെ ഒരു ടീമുമായിട്ട്, ഒരു കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തു. കഴിഞ്ഞ സൺഡേ ആണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫൗണ്ടറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട്. സിഫ്, നീ ഒരു ക്ലയൻസിനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് നല്ല ഇഷ്ടമാണ് ആളുകൾ സംസാരിക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്നത്. എസ്പെഷ്യലി കുറച്ചും കൂടെ ഏജുള്ള ആളുകളാണെങ്കിൽ, ഞാൻ ഇനി കടന്നു പോകാനുള്ള പല മേഖലയുടെ കടന്നുപോയ ആളുകൾ ഞാൻ അവരെ നല്ല ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പല ലീഡേഴ്സും ഉണ്ട്. അപ്പൊ ആ ലീഡേഴ്സൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്രമാത്രം പൈസ ഉള്ള ആളുകളുടെ എത്ര വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുമോ അതായിരിക്കും നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് വേണ്ട ഗോളിലേക്ക് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള എന്താണുള്ളത്? ഒരു ബാർട്ടർ സമ്പ്രദായം പോലെ എന്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക? ആ കിട്ടേണ്ട സാധനമല്ല, കൊടുക്കേണ്ട സാധനം ഉണ്ടാക്കുന്നതാണ് ലൈഫ്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. നിങ്ങളുടെ ഗോളുകളിലേക്ക്, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്. അതല്ല സെറ്റ് ചെയ്യേണ്ടത്. അത് സെറ്റ് ചെയ്ത ഉടനെ അതിലേക്ക് കൊടുക്കേണ്ട സാധനം എന്താണെന്ന് കണ്ടെത്തണം. ഞാൻ പറഞ്ഞാൽ ആർക്കും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് കിട്ടേണ്ട ഗോളിന് പകരം കൊടുക്കേണ്ട, ഫോർ എക്സാമ്പിൾ പറയാം, ബി മാജിക്കിന്റെ ഒരു മീറ്റപ്പ് നടത്തണം. ദാറ്റ്സ് അവർ ഗോൾ. എന്താണ് നമ്മൾ പകരം കൊടുക്കേണ്ടത്? അത് ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഒരു സമയത്ത് നമ്മൾ ചെയ്തു, പരാജയപ്പെട്ടു. 2 സമയത്ത് ചെയ്തു, പരാജയപ്പെട്ടു. ദാറ്റ്സ് മീൻസ് പരാജയപ്പെട്ടു എന്നല്ല, അവിടെ കൊടുക്കേണ്ട സാധനം എന്തോ ചേഞ്ച് ചെയ്യാനുണ്ട്. കൊടുക്കേണ്ട സാധനം എന്തോ ചേഞ്ച് ചെയ്യണം. ആ കൊടുക്കേണ്ട സാധനം ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കിട്ടേണ്ട സാധനം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കൂട്ട് നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം പൊറോട്ട കിട്ടിയില്ലല്ലോ എന്ന് പറയോ? അല്ലെങ്കിൽ ബിരിയാണി കിട്ടിയില്ല? സംബഡി ടോക്കിംഗ്. ഇങ്ങോട്ടാണോ? പറയോ? ചപ്പാത്തിക്കുള്ള ഒരു മസാല അല്ലെങ്കിൽ ചപ്പാത്തിക്കുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പറയോ ബിരിയാണി കിട്ടിയില്ല എന്ന് പറയോ? കമന്റ് ചെയ്തോളൂ. ഞാൻ ചോദിക്കുന്ന എന്തിനാ അറിയോ? തിങ്ക്, ചിന്തിക്കുക, ദെൻ ഗ്രോ. ചിന്തിക്കുമ്പോഴേ നിങ്ങൾ വളരുള്ളൂ. അപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. നിങ്ങൾ ബോഡിയൊക്കെ നൽകാൻ ഇതിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? എന്താണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഗോളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി കൊടുക്കാനുള്ളത്? തിങ്ക് അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് അതിന് കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിൽ ഫൈൻഡ് ദാറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാം? സെറ്റ് എ ഡിഫൈൻഡ് ഡേറ്റ്. കറക്റ്റ് ആയിട്ട് ഡേറ്റ് പറയാം. ആ ഡേറ്റിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു കാര്യം ചെയ്യും. ഇനി വളരെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ക്രിയേറ്റ് എ ഡിഫൈൻഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്നിട്ട് തിങ്ക് ആൻഡ് ഗ്രോ ചെയ്ത നെപ്പോളിയൻ ഹില്ല് പറയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാധനം ഈ 4ാമത് പഠിച്ച സാധനമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എപ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനെ പ്ലാനൊക്കെ ആയി, നമുക്കൊരു ആഗ്രഹം വന്നു, നമ്മൾ അതിന് പകരം കൊടുക്കാനുള്ള സംഭവം കണ്ടെത്തി, വി വിൽ ഫിക്സ് എ ഡേറ്റ് ഫിക്സ് ചെയ്തു, പിന്നെ നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? ഇതാണ് ലോകത്തിന് വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആളുകളും തമ്മിലുള്ള എക്സ്ചേഞ്ചിങ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്ന പോയിന്റ്. 4ാമത്തെ പോയിന്റ്, എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാം എന്ത് ചെയ്തു? നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി, അതിന് ഡേറ്റ് ഫിക്സ് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്യേണ്ട സാധനം കണ്ടെത്തി, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? രഞ്ജിത് സാർ പറഞ്ഞു നൗ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. വേറെ ദിവ്യ ദിനോജ് പറയുന്നു നൗ. ഓക്കെ, അദ്ദേഹം പറയാണ്, നെപ്പോളിയൻ ഹില്ല് പറയാണ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? ഉടനെ അത് ആരംഭിക്കുക. എങ്ങനെ അത് സംഭവിക്കുമെന്ന് ചിന്തിക്കരുത്, അത് പ്രപഞ്ചത്തിന് അറിയാം. പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു വഴി കാണിച്ചു തരും. ഇവിടെ എല്ലാ ആളുകളും പേടിക്കും. ഓക്കെ, എല്ലാവർക്കും പ്ലാൻ ഉണ്ട്, ക്ലാസ് കേൾക്കുന്നു, ഗോൾ സെറ്റിംഗ്സ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. But they are not ready to take a little step for that goal. Take a little step. നിങ്ങൾക്ക് അറിയുന്ന സ്റ്റെപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക? ഇപ്പം ഞാൻ ഇങ്ങോട്ട് പറയുന്ന സമയത്തും എൻ്റെ ബിസിനസ്സിൽ ഭയങ്കര ഗ്രോത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഞാനൊരു കേരളത്തിൽ വലിയ അറിയപ്പെടുന്ന ട്രെയിനറൊന്നുമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി വൺ ഡേ ഞാൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ട്രെയിനർമാരിലേക്ക് എത്തുമെന്നുള്ള 100% എനിക്ക് ഷുവറാണ്. അത് പക്ഷേ ഒരു മിഡ് നൈറ്റിൽ സംഭവിക്കുന്ന കാര്യമില്ലെന്ന് എനിക്കറിയാം. ഒരു ഓക്കെ അഫ്സിന, ഒരു മിഡിൽ നൈറ്റിൽ സംഭവിക്കുന്ന കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇതിലേക്ക് നമ്മളങ്ങനെ ഷാർപ്പൺ ചെയ്ത് പല പ്രതിസന്ധിയിലൂടെ നമ്മൾ പോകും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ബി പ്ലാൻ ഇടാൻ പാടില്ല. എനിക്ക് ഇതിൽ എന്തേ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ എൻ്റെ ഈ സംഭവത്തിൽ എനിക്ക് സക്സസ് ആയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മിനിക്ക് ഒരു ദിവസം നമ്മൾ സക്സസ് ആവും. അപ്പൊ നമ്മൾ ആളുകൾ പറയും എന്തൊരു ഭാഗ്യമാണ്. നോ, നിങ്ങളുടെ ഗോളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഷാർപ്പൺ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇന്നിപ്പോ ഞാൻ സ്മാർട്ട് സിഇഒ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അതിലും വലിയ ആളുകളായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റും. എപ്പോ ആളുകൾ നോക്കും നിങ്ങളുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്. ആളുകൾ നോക്കും അവൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് ചെയ്യുന്നത്, എന്താണ് അവന്റെ കാര്യങ്ങൾ, അവന് ക്വിറ്റ് ചെയ്യുന്നുണ്ടോ. പല ആളുകളും എന്നെ ചോദിക്കാറുണ്ട് ബിമാജിക് ഇപ്പയും ഉണ്ടോ? ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ എന്റെ ഫ്രണ്ട് ജോയിൻ ചെയ്തു, അവരെന്നോട് ചോദിച്ചു, കുറെ മുമ്പ് പറഞ്ഞതാ ഇപ്പയും ഉണ്ട്. ഇന്നലെ ഒരു ലേഡി ചോദിച്ചു നിങ്ങൾ ആ രാവിലത്തെ ക്ലാസ് ഇപ്പയും ഉണ്ട്? ഞാൻ പറഞ്ഞ ക്ലാസ് ഉണ്ട്, എങ്കിൽ എനിക്കൊരു സെഷൻ എടുക്കാൻ അവസരം തരുമോ? ഞാൻ പറഞ്ഞ ഡെഫിനറ്റ്ലി തരാം. ഞാൻ അത് അജിഷ മാമിനെ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. സോ 4ാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്രിയേറ്റ് എ ഡിഫൈൻ പ്ലാൻ ആൻഡ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്ത് ചെയ്യാം. 5ാമത്തെ കാര്യം റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾ ആ നിങ്ങളുടെ ആഗ്രഹം എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. അത് എഴുതേണ്ട രീതിയൊക്കെ എന്താ പറയുന്നുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ പറയുന്നുണ്ട്. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം റീഡ് ഇറ്റ് ലൗഡ് ടോയ്സ് ആയിട്ട് എല്ലാ ദിവസവും ഇത് 2 പ്രാവശ്യം എന്ത് ചെയ്യാം, വായിക്കാം. ഞങ്ങൾ ടേബിൾ ടോക്കിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് ബുക്കിൽ ഞങ്ങൾ എഴുതി ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. സുനിൽ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്? വളരെ ഉഗ്രനായിരുന്നു. ആ സമയത്ത് ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലും വളരെ നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി, നന്നായി അനലൈസ് ചെയ്യാൻ പറ്റി. സോ താങ്ക് യു. ഞാൻ പറയുന്ന സാധനം ഈ 6 കാര്യങ്ങളാണ് തിങ്ക് ആൻഡ് ഗ്രീച്ചിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് തിങ് ഈസ് ബേണിംഗ് ഡിസയർ. ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ബി പ്ലാൻ. മജ്നൂന് ലൈലയെ കിട്ടിയേ പറ്റുള്ളൂ. ലൈലയും കല്യാണം കഴിഞ്ഞിട്ടും മജ്നൂനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ലൈലയുടെ ശരീരം പോലും സ്പർശിക്കാൻ തന്റെ ഭർത്താവിന് അനുവാദം കൊടുക്കാതെ ഭർത്താവ് മരിക്കുവോളം എന്ത് ചെയ്തു, ലൈല ഇങ്ങനെ നിന്നു. പിന്നെ ലൈല മജ്നൂനെ കാണാൻ നോക്കുന്നുണ്ട്. പിന്നെയും ലൈല എന്ത് ചെയ്തു, ആ ലൈഫിനെ തെരഞ്ഞെടുത്തു. അപ്പയും ലൈല മജ്നൂൻ്റെതാണ്, മജ്നു ലൈലയുടേത്. ഓക്കെ, അവസാനം ലൈലയും മജ്നു ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നാളെ പിന്നെ അവരെന്ത് ചെയ്യുന്നു, ഒന്നാണ്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി മനസ്സിലാക്കുക, എനിക്കത് കിട്ടിയേ പറ്റും. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ പ്രപഞ്ചം കോംപ്രമൈസ് ചെയ്യും. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ
ദൈവം കോംപ്രമൈസ് ചെയ്യും. നിങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ദൈവം കോംപ്രമൈസ് വെറുതെ തരൂല. നിങ്ങളുടെ കയ്യിൽ വലിയൊരു ആഗ്രഹമാണ്, വലിയൊരു സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കും. ഫോർ എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്. ആ കമ്പനീന്റെ GM ആയിട്ട് നിങ്ങൾക്ക് നിലവിലുള്ള സ്റ്റാഫുകളിൽ നിന്ന് ഒരാളെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരാളെ പിടിച്ച് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യോ? ഇല്ല. അയാൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ? അയാൾക്ക് അതിനുള്ള കഴിവുണ്ടോ? അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി വലുതാവോ എന്നൊക്കെ അനലൈസിങ് ചെയ്തിട്ടല്ലേ അതിന്റെ ഓണർ അയാൾക്ക് ആ ഡെസിഗ്നേഷൻ കൊടുക്കുള്ളൂ. ഇതേപോലെ പ്രപഞ്ചങ്ങൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ? നിങ്ങൾ പകുതിയിൽ ഇട്ട് പോകുന്ന ആളാണോ? നിങ്ങൾ പേടിച്ച് പിന്മാറുന്ന ആളാണോ? ഇതൊന്നും അല്ലാന്ന് ബോധ്യപ്പെടുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അത് തരാം. സോ താങ്ക് യു ഓൾ. ഹാൻഡ് ഓവർ ടു ഗോപിക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. സോ ടീം മെമ്പേഴ്സ്, ഒരു 2 പേര് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അല്ലാത്ത 2 പേരൊന്നൊരു ഫീഡ്ബാക്ക് പറയാവോ? ഗോപിക ഒരു കാര്യം ചെയ്യോ? ഓക്കെ എല്ലാ ആളുകളോടും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കോ. ഒരു 1 വേർഡ്. ഓക്കെ ഐ നീഡ് 1 വേർഡ്. എല്ലാവരും പഠിച്ചൊരൊറ്റ കാര്യം. റസാഖ് സർ, ഇന്നത്തെ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു 1 വേർഡ് ഇപ്പൊ സർ പറഞ്ഞപ്പോൾ ഒരൊറ്റ വേർഡിൽ ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാവോ? അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ വാല്യൂ അനുസരിച്ചിരിക്കും ഇങ്ങോട്ട് ലഭിക്കുന്നത് എന്നാണ്. താങ്ക് യു ഓക്കെ സർ. മണി സർ, ആരാണ് ഗോപിക? മണി സർ. ഗോപിക നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ഒരു ചാർട്ട് എല്ലാം വെച്ചിട്ട് നല്ല പോയിന്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു ഡെഫിനറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ആ പോയിന്റ് ആണ് സ്റ്റോട്ട്. താങ്ക് യു. മുസ്തഫ സാർ, സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഒരു പോയിന്റ്, പിന്നീട് പോയിന്റ്, ക്ലാസിനെ കുറിച്ചുള്ള ഒരു പോയിന്റ്, നിങ്ങൾ പഠിച്ച പോയിന്റ്. അതെ തന്നെ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ആ ചിന്തയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇതിലേക്ക് എത്താനുള്ള പരിശ്രമം ഉണ്ടാക്കുക. താങ്ക് യു. ഗോപി സാർ. ഹലോ ഗോപി സാർ, ഐഫോൺ കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നുണ്ടോ? ഓക്കെ, വിളിക്കുന്ന ആളുകൾ പെട്ടെന്ന് വരാം, ബാക്കിയുള്ള ആൾ സമയം വേസ്റ്റ് ചെയ്തിട്ട്. ആതിര. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ഡിസിപ്ലിൻ. കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. താങ്ക് യു ആതിര. രഞ്ജിത്ത് സാർ. ഗോപിക ഞാൻ ഹാൻഡിൽ ചെയ്യാം. രഞ്ജിത്ത് സാർ പെട്ടെന്ന്. റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് ചെയ്യുക. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, നിങ്ങളുടെ കോളുകൾക്ക് വേണ്ട ഇൻപുട്ട് എന്താണെന്ന് കണ്ടെത്തുക, അത് ചെയ്യാം. ഓക്കെ, സുനിൽ സാർ. നേടാനുള്ളതിന് എന്താണ് കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുക. എന്താണ് കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുക. വെരി ഗുഡ്. ഷൈനി മാം. നമ്മുടെ ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കുക. ഓക്കെ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ ഉണ്ടായിരിക്കുക. താങ്ക് യു. റോസ്ലിൻ മാം. ഡിറ്റർമിൻ യുവർ എക്സ്ചേഞ്ച്. സോറി, ഡിറ്റർമിൻ യുവർ എക്സ്ചേഞ്ച്. വെരി ഗുഡ്. ഉണ്ണികൃഷ്ണൻ സാർ. സാർ, ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക. ഓക്കെ, ജെസ്സി മാം. ബേണിംഗ് ഡിസയർ. ബേണിംഗ് ഡിസയർ. കീർത്തന. ഒരു വ്യക്തമായ ബോധത്തോടു കൂടി ചെയ്യാം. ബോധത്തോടു കൂടി ചെയ്യാം. വെരി ഗുഡ്. സിന്ധു മാം. ഒരു ഗോളും വേണം, ഒരു കൺസിസ്റ്റൻസി വേണം. ഓക്കെ, ഗുഡ്. ഷീജ മാം. ബി സ്പെസിഫിക് സാർ. ഓക്കെ, ഷീല മാം പറഞ്ഞു. ഷീജ മാം. ഷീജ മാം കേൾക്കുന്നില്ല. മനോജ് സാർ. തീവ്രമായ ആഗ്രഹം. ബേണിംഗ് ഡിസയർ. ഷൈമിന മാം. നമ്മൾക്ക് എന്ത് വേണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെരി ഗുഡ്. ദിവ്യ ദിനോജ്. സ്റ്റാർട്ട് നോ. വെരി ഗുഡ്. ഇപ്പൊ തുടങ്ങുക, അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക. വെരി ഗുഡ്. ബീന മാം.
Hello, sir. Correct date and grow, create and definite plan, write it down and read it twice. ഓക്കെ ഗുഡ്, വെരി ഗുഡ്. ഇനി ആരെങ്കിലും പറയാത്തുണ്ടോ? സാർ, ആ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാതെ സംസാരിച്ച് കേട്ടില്ല. ശരി, പറഞ്ഞോളൂ. നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് വേണം. ഓക്കെ, വെരി ഗുഡ്. സോ താങ്ക് യു ഓൾ. സോ ഞാൻ നിങ്ങളിലേക്ക് ഇന്നത്തെ സെഷനിൽ എത്തിക്കാൻ പറ്റിയിരിക്കുന്ന ട്രൈ ചെയ്തിരിക്കുന്ന പോയിന്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ യുവർ എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, നിങ്ങൾ പകരം എന്ത് കൊടുക്കുമെന്നുള്ളത് എന്ത് ചെയ്യാം, എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാലേ മറ്റൊന്ന് കിട്ടുള്ളൂ. ഇവര് ആക്ഷൻ ദർ ഇസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ന്യൂട്ടന്റെ തേർഡ് ലോ ലൈഫിൽ വളരെ സത്യമായ ഒരു കാര്യമാണ്. എന്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടും എന്നുള്ളത് കണ്ടെത്തുക. ആ കൊടുക്കുന്ന കാര്യത്തിലേക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. സോ ഗോപിക, മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ ടീം മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവരും ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. Thank you, Srisha. Thank you all. Thank you, sir. Thank you, sir. Thank you so much. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. Thank you, sir. Thank you.